ഓമയ്ക്ക് വെച്ച് നമുക്ക് ഇതേപോലെ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പച്ച ഓമയ്ക്ക് നോക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം പകുതി മുറി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് മെഷീൻ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഏകദേശം ഇത്ര ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അതേപോലെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വലിയൊരു സ്പൂണ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ എന്നിട്ട് കുഴച്ചെടുക്കുക. ഏകദേശം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഇതേപോലെ ഓരോ ചെറിയ ബോളുകളാക്കി കൈ വെച്ച് ഉരുട്ടിയെടുത്തതിന് ശേഷം തള്ളവെള്ളം ഉപയോഗിച്ച് നല്ലപോലെ പരത്തി തിളച്ച എണ്ണയിലേക്ക് ഇടാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ എണ്ണ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കരിഞ്ഞു പോകാതെ തിരിച്ചു മറിച്ചു ഇട്ട് നല്ലപോലെ ചുട്ടെടുക്കാം. ഇപ്പം നല്ല ചുമന്ന കളറായിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് കോരിയെടുക്കാം. ഒരു ചെറിയ പീസ് ഓമയ്ക്കയിൽ നിന്നും നമ്മൾ ഏകദേശം 9 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കരിമുര എന്നുള്ള ഓമയ്ക്ക ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.